നിങ്ങളാണ് ഏറ്റവും മികച്ചത്, നിങ്ങളെക്കാൾ മികച്ച മറ്റാരുമില്ല. ഇത് വെറും വാക്കുകളല്ല, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ശക്തമായ സത്യമാണ്. ഈ നിമിഷം, ഇപ്പോൾ തന്നെ, നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളും മാറ്റിക്കൊണ്ട് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ പുനഃക്രമീകരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾ മതിയായവരല്ലെന്നും മറ്റുള്ളവർ കൂടുതൽ കഴിവുള്ളവരും വിജയിച്ചവരും യോഗ്യരുമാണെന്നും നിങ്ങൾ എത്ര തവണ സ്വയം പറയാറുണ്ട്? ആ തിരക്കഥ മാറ്റിയെഴുതാനുള്ള സമയമാണിത്. നിങ്ങൾ ശരിക്കും ഏറ്റവും മികച്ച വ്യക്തിയാണെങ്കിൽ എങ്ങനെ പെരുമാറുമോ അതുപോലെ പ്രവർത്തിക്കേണ്ട സമയമാണിത്. കാരണം നിങ്ങൾ തന്നെയാണ് ഏറ്റവും മികച്ചത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. അത് ശരിയല്ല, ഞാൻ ഒന്നിന്റെയും കാര്യത്തിൽ ഏറ്റവും മികച്ചവനല്ല. ഇതാ രഹസ്യം. ഏതെങ്കിലും ബാഹ്യമായ അളവുകോൽ വെച്ച് നിങ്ങൾ വസ്തുനിഷ്ഠമായി ഏറ്റവും മികച്ചവനാണോ എന്നത് വിഷയമല്ല. നിങ്ങളുടെ ആന്തരികമായ വിശ്വാസവും നിങ്ങൾ ലോകത്തിൽ സ്വയം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതുമാണ് പ്രധാനം. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധേയമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. നിങ്ങളുടെ ശരീരഭാഷ മാറുന്നു. നിങ്ങളുടെ ശബ്ദം കൂടുതൽ ആത്മവിശ്വാസമുള്ളതാകുന്നു. നിങ്ങൾ ഭയത്തോടെയല്ല, ഉത്സാഹത്തോടെ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നു. ആ ഊർജ്ജത്തോട് ലോകം പ്രതികരിക്കുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കുക, വ്യക്തമായി ഭാവനയിൽ കാണുന്നതും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ തലച്ചോറിന് തിരിച്ചറിയാൻ കഴിയില്ല. അതിനാൽ നിങ്ങൾ സ്ഥിരമായി ഏറ്റവും മികച്ചവനെപ്പോലെ പെരുമാറുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അത് വിശ്വസിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ തലച്ചോറ് വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾക്കായി അത് തിരയാൻ തുടങ്ങും. പെട്ടെന്ന് നിങ്ങൾ മുമ്പ് ശ്രദ്ധിക്കാതെ പോയ അവസരങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങൾ ഒഴിഞ്ഞുമാറിയേക്കാവുന്ന അപകടസാധ്യതകൾ നിങ്ങൾ ഏറ്റെടുക്കും. മീറ്റിംഗുകളിൽ നിങ്ങൾ അഭിപ്രായം പറയും. നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കും. വിമർശനങ്ങളെ ധൈര്യത്തോടെ നേരിടും. ഇക്കാൽ കുറച്ചായി നിങ്ങളുടെ ബാഹ്യ യാഥാർത്ഥ്യം നിങ്ങളുടെ ആന്തരിക വിശ്വാസവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങും. ഇത് അഹങ്കാരത്തെക്കുറിച്ചോ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നതിനെക്കുറിച്ചോ അല്ല. ഇത് നിങ്ങളുടെ അന്തർലീനമായ മൂല്യത്തെയും കഴിവിനെയും തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ്. മറ്റാർക്കും നൽകാൻ കഴിയാത്ത അതുല്യമായ കഴിവുകളും കാഴ്ചപ്പാടുകളും നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ഇത് യഥാർത്ഥത്തിൽ വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിങ്ങൾ നിർത്തുകയും നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയാവുന്നതോ നിങ്ങൾ ആരാധിക്കുന്നതോ ആയ ഏറ്റവും വിജയകരമായ ആളുകളെക്കുറിച്ച് ചിന്തിക്കുക. അവർ തലകുനിച്ച് നടക്കുകയും നിരന്തരം സ്വയം സംശയിക്കുകയും ചെയ്യുന്നുണ്ടോ? തീർച്ചയായുമില്ല. അവർ ആത്മവിശ്വാസത്തോടും ലക്ഷ്യബോധത്തോടും കൂടി സ്വയം വഹിക്കുന്നു. അവർ അവരുടെ കഴിവുകളിലും കാഴ്ചപ്പാടുകളിലും വിശ്വസിക്കുന്നു. അവർ തങ്ങളാണ് ഏറ്റവും മികച്ചവരെന്ന് കരുതി പ്രവർത്തിക്കുന്നു. അതിലൂടെ അവർ പലപ്പോഴും അവരുടെ മേഖലകളിൽ ഏറ്റവും മികച്ചവരായി മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു നിമിഷം ആ വ്യക്തിയായി സ്വയം സങ്കൽപ്പിക്കുക. ഓരോ പ്രഭാതത്തിലും സ്വയം അചഞ്ചലമായ വിശ്വാസത്തോടെ ഉണരുന്നതായി സങ്കൽപ്പിക്കുക. ലോകത്തിന് നൽകാൻ വിലപ്പെട്ട എന്തോ ഒന്ന് തനിക്കുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആവേശത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങളുടെ ദിവസം നേരിടുന്നതായി സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ശ്രമങ്ങളിൽ സംതൃപ്തനായി നാളത്തെ അവസരങ്ങളിൽ ആവേശഭരിതനായി ഓരോ രാത്രിയും ഉറങ്ങാൻ പോകുന്നതായി സങ്കൽപ്പിക്കുക. ആ വ്യക്തി വിദൂരത്തുള്ള ഒരു ആദർശമല്ല, അത് നിങ്ങളാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾ പഠനവും വളർച്ചയും നിർത്തുന്നുവെന്നല്ല. നേരെ വിപരീതമാണ് സത്യം. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പുതിയ അറിവുകളും കഴിവുകളും തേടാൻ നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അത് നിങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഫീഡ്ബാക്കിനായി കൂടുതൽ തുറന്നവനാണ്. പരാജയത്തെ നിങ്ങൾ ഭയപ്പെടുന്നില്ല, കാരണം നിങ്ങൾ അതിനെ വലിയ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി കാണുന്നു. ഈ മനോഭാവമാറ്റം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ഇത് സ്ഥിരമായ പ്രയത്നവും ആവർത്തനവും ആവശ്യമുള്ള ഒരു പരിശീലനമാണ്. എനിക്കിത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ മതിയായവനല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴെല്ലാം ഒന്നു നിർത്തുക, ഒരു ദീർഘശ്വാസമെടുക്കുക. ആ ചിന്തയെ ഞാനാണ് ഏറ്റവും മികച്ചത്, എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയും, എനിക്കിതിന് വേണ്ടതെല്ലാം ഉണ്ട് എന്ന് മാറ്റിസ്ഥാപിക്കുക. ആദ്യം ഇത് അസ്വസ്ഥതയുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വിഡ്ഢിത്തമായി തോന്നുന്നതോ ആകാം. അത് സാരമില്ല. നിങ്ങൾ വർഷങ്ങളായുള്ള ശീലം മാറ്റിയെഴുതുകയാണെന്ന് ഓർമ്മിക്കുക. എന്നാൽ നിങ്ങൾ അതിൽ ഉറച്ചുനിന്നാൽ അതിശയകരമായ ഒന്ന് സംഭവിക്കും. ആ പുതിയ ചിന്തകൾ കൂടുതൽ സ്വാഭാവികമായി അനുഭവപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പുതിയ ആത്മബിംബവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങും. നിങ്ങൾ ഇതുവരെ ഒതുങ്ങി നിന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മേഖലയെക്കുറിച്ച് ചിന്തിക്കുക. ഒരുപക്ഷേ നിങ്ങൾ ചോദിക്കാൻ ഭയപ്പെട്ട ഒരു പ്രൊമോഷൻ, അല്ലെങ്കിൽ തുടങ്ങാൻ ഭയപ്പെട്ട ഒരു ബിസിനസ് ആശയം, അല്ലെങ്കിൽ പൂർണ്ണമായി നിക്ഷേപിക്കാൻ ആത്മവിശ്വാസമില്ലാത്ത ഒരു ബന്ധം. ഇപ്പോൾ നിങ്ങൾ കേവലം ഏറ്റവും മികച്ച വ്യക്തിയാണെങ്കിൽ ആ സാഹചര്യത്തെ എങ്ങനെ സമീപിക്കുമെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും? നിങ്ങൾ എന്തു പറയും? നിങ്ങൾ എന്ത് തീരുമാനങ്ങളെടുക്കും? ഇത് നിങ്ങൾ വിജയിക്കുന്നതുവരെ അഭിനയിക്കുക എന്നതിനെക്കുറിച്ചല്ല. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഇതിനകം നിലനിൽക്കുന്ന മഹത്വത്തെ തിരിച്ചറിഞ്ഞ് അതിനെ തിളങ്ങാൻ അനുവദിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പതിപ്പിനൊപ്പം നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും വിന്യസിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ സ്ഥിരമായി ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങൾ ശക്തമായ ഒരു സന്ദേശം നൽകുന്നു.
ഇതാണ് എന്റെ കഴിവ് എന്ന് നിങ്ങൾ അതിനോട് പറയുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് ശ്രദ്ധിക്കുകയും ഈ വിശ്വാസത്തെ പിന്തുണയ്ക്കുന്ന പുതിയ നാഡീവഴികൾ ന്യൂറൽ പാത്വേ സൃഷ്ടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അത് നിങ്ങളുടെ പുതിയ ആത്മബിംബത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ അനുഭവങ്ങളെ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങുന്നു. ഈ മാറ്റം നിങ്ങളെ ആന്തരികമായി മാത്രമല്ല ബാധിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും വ്യാപിക്കുന്നു. ആളുകൾ നിങ്ങളോട് വ്യത്യസ്തമായി പ്രതികരിക്കാൻ തുടങ്ങുന്നു. അവർ നിങ്ങളുടെ ആത്മവിശ്വാസവും കഴിവും തിരിച്ചറിയുന്നു. നിങ്ങളുടെ ഊർജ്ജത്തിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നു. അവസരങ്ങൾ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെടുന്നതായി തോന്നാം, എന്നാൽ വാസ്തവത്തിൽ അവ എപ്പോഴും അവിടെയുണ്ടായിരുന്നു. നിങ്ങൾ ഏറ്റവും മികച്ചവനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ കണ്ണിലൂടെ നോക്കാത്തതുകൊണ്ട് നിങ്ങൾക്കവ കാണാൻ കഴിഞ്ഞില്ല. ഇതുകൂടി വ്യക്തമാക്കാം, നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുന്നു എന്നതിനർത്ഥം നിങ്ങളുടെ ബലഹീനതകളെയോ മെച്ചപ്പെടുത്തേണ്ട മേഖലകളെയോ അവഗണിക്കുന്നു എന്നല്ല. നിങ്ങൾ സ്വയം തൃപ്തനാകുകയോ വളർച്ചയ്ക്കുള്ള ശ്രമങ്ങൾ നിർത്തുകയോ ചെയ്യുന്നു എന്നല്ല. പകരം ഭയത്തിൽ നിന്നും സംശയത്തിൽ നിന്നും അകന്ന് ശക്തിയുടെയും സാധ്യതയുടെയും സ്ഥാനത്തുനിന്ന് നിങ്ങൾ വെല്ലുവിളികളെ സമീപിക്കുന്നു എന്നാണ്. ജീവിതത്തിന്റെ ഭാഗമായതിനാൽ നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിടുമ്പോൾ നിങ്ങൾ അതിനെ സ്വയം നിർവചിക്കാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ ആത്മവിശ്വാസമില്ലായ്മയിലേക്കും നെഗറ്റീവായ സ്വയം സംസാരത്തിലേക്കും കൂപ്പുകുത്തുന്നില്ല. പകരം നിങ്ങൾ അതിനെ വിലപ്പെട്ട ഫീഡ്ബാക്കായി കാണുന്നു. ശരി, ഇത് ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല. ഇതിൽ നിന്ന് എനിക്ക് എന്തു പഠിക്കാൻ കഴിയും? ഈ അനുഭവം ഉപയോഗിച്ച് എനിക്ക് എങ്ങനെ കൂടുതൽ മികച്ചവനാകാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഈ മനോഭാവം പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് വേഗത്തിൽ കരകയറാൻ നിങ്ങളെ അനുവദിക്കുന്നു. കാര്യങ്ങൾ കഠിനമാകുമ്പോഴും നിങ്ങളുടെ പ്രചോദനവും ആവേശവും നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. കാരണം നിങ്ങൾ ശരിക്കും ഏറ്റവും മികച്ച വ്യക്തിയാണെന്ന് വിശ്വസിക്കുമ്പോൾ താൽക്കാലിക തിരിച്ചടികൾ വെറും താൽക്കാലികം മാത്രമാണെന്ന് നിങ്ങൾക്കറിയാം. അവ നിങ്ങളുടെ മൂല്യത്തെയോ കഴിവിനെയോ പ്രതിഫലിക്കുന്നില്ല. നിങ്ങൾക്കായി വെച്ച ലക്ഷ്യങ്ങളെക്കുറിച്ചും പൂർണ്ണമായി പിന്തുടരാൻ നിങ്ങൾ ഭയപ്പെട്ട സ്വപ്നങ്ങളെക്കുറിച്ചും ചിന്തിക്കുക. നിങ്ങൾക്കത് നേടാൻ കഴിയുന്ന ഏറ്റവും മികച്ച വ്യക്തി നിങ്ങളാണെന്ന അചഞ്ചലമായ വിശ്വാസത്തോടെ ആ ലക്ഷ്യങ്ങളെ സമീപിക്കുന്നത് സങ്കൽപ്പിക്കുക. അത് നിങ്ങളുടെ സമീപനത്തെ എങ്ങനെ മാറ്റും? അത് നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കും? നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ മറ്റൊരാളുടെ അനുമതിക്കായി കാത്തിരിക്കുന്നത് നിർത്തുന്നു. നിങ്ങൾക്ക് യോഗ്യനാണെന്ന് തോന്നാൻ ബാഹ്യമായ അംഗീകാരം ആവശ്യമില്ലാതാകുന്നു. നിങ്ങളുടെ സ്വന്തം കഥയുടെ രചയിതാവും നിങ്ങളുടെ സ്വന്തം വിജയത്തിന്റെ സൃഷ്ടാവും നിങ്ങൾ തന്നെയായി മാറുന്നു. ഇതിനർത്ഥം നിങ്ങൾ ഒറ്റപ്പെടുന്നുവെന്നോ മറ്റുള്ളവരെ വിലമതിക്കുന്നത് നിർത്തുന്നുവെന്നോ അല്ല. വാസ്തവത്തിൽ നിങ്ങളുടെ സ്വന്തം മൂല്യത്തിൽ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ വിജയങ്ങളെ അഭിനന്ദിക്കാനും ആഘോഷിക്കാനും നിങ്ങൾക്ക് കൂടുതൽ കഴിയും. അരക്ഷിതാവസ്ഥയുടെയോ മത്സരത്തിന്റെയോ സ്ഥാനത്തുനിന്നല്ല നിങ്ങൾ വരുന്നതെങ്കിൽ കൂടുതൽ ഫലപ്രദമായി സഹകരിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുകൂടിയാണ്. ഒഴികഴിവുകളും ഇരയുടെ മനോഭാവവും ഉപേക്ഷിക്കുക എന്നാണതിനർത്ഥം. കാരണം നിങ്ങൾ ഏറ്റവും മികച്ചവനാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ രൂപപ്പെടുത്താനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ബാഹ്യശക്തികളുടെ ദയയ്ക്ക് കീഴ്പ്പെടുന്നില്ല. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ ചാലകശക്തി നിങ്ങളാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും കാര്യത്തിൽ ഈ മനോഭാവമാറ്റം പ്രത്യേകിച്ചും ശക്തമാണ്. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും നിങ്ങളെത്തന്നെ നന്നായി പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉയർന്ന സ്വയം ബിംബവുമായി പൊരുത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നടത്തുന്നു. നിങ്ങൾ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ നൽകി നിങ്ങളുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്നു. ഉറക്കത്തിനും വ്യായാമത്തിനും മുൻഗണന നൽകുന്നു. സമ്മർദ്ദം കുറയ്ക്കുകയും മാനസിക വ്യക്തത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നു. ഇതാ ശരിക്കും ശ്രദ്ധേയമായ ഒന്ന്. നിങ്ങളോട് പെരുമാറുന്ന രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ ജീവശാസ്ത്രത്തെ, ബയോളജി പോലും മാറ്റാൻ കഴിയും. പോസിറ്റീവായ വിശ്വാസങ്ങൾക്കും പ്രതീക്ഷകൾക്കും നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനം മുതൽ ഹൃദയാരോഗ്യം വരെയുള്ള എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മാത്രമല്ല, ഒരു സെല്ലുലാർ തലത്തിൽ നിങ്ങളുടെ ശരീരത്തെയും മാറ്റുകയാണ്. നിങ്ങളെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മാതൃകയാക്കുന്ന ആളുകളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുക. നിങ്ങളുടെ കുടുംബം, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ഒരുപക്ഷെ നിങ്ങളുടെ സമൂഹം പോലും. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കുവേണ്ടി മാത്രമല്ല അത് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് നിങ്ങളൊരു മാതൃകയാവുകയാണ്. നിങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ എന്താണ് സാധ്യമാവുക എന്ന് നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മഹത്വത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ ഇതിനുണ്ടാകുന്ന അലകൾ സങ്കൽപ്പിക്കുക. നിങ്ങൾ മറ്റുള്ളവരെയും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ ചുറ്റും പോസിറ്റിവിറ്റിയുടെയും സാധ്യതയുടെയും ഒരു അന്തരീക്ഷം നിങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം പകർച്ചവ്യാധി പോലെ പടരും. തീർച്ചയായും ഈ മനോഭാവം മനസ്സിലാകാത്ത ആളുകളുണ്ടാകും. അവർ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ അഹങ്കാരമായി തെറ്റിദ്ധരിച്ചേക്കാം. അവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയോ യാഥാർത്ഥ്യബോധമുള്ളവരാകാൻ പറയുകയോ ചെയ്തേക്കാം. എന്നാൽ ഇതാണ് കാര്യം. അവരുടെ പ്രതികരണങ്ങൾ നിങ്ങളുടെ കഴിവിനെക്കുറിച്ചല്ല, അവരുടെ സ്വന്തം പരിമിതികളെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. നിങ്ങൾ ശരിക്കും ഏറ്റവും മികച്ചവനാണെന്ന് വിശ്വസിക്കുമ്പോൾ എല്ലാവരും നിങ്ങളോട് യോജിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ല. വിമർശനങ്ങളെയും സംശയങ്ങളെയും കൈകാര്യം ചെയ്യാൻ നിങ്ങൾ സ്വയത്തിൽ സുരക്ഷിതനാണ്.
നിങ്ങളുടെ പ്രധാന വിശ്വാസത്തെ ഇളക്കാതെ തന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കേൾക്കാൻ കഴിയും. ഈ മനോഭാവം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങൾ നിരന്തരം സ്വയം സംശയിക്കുകയോ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആ നിമിഷത്തിൽ പൂർണ്ണമായി ഇടപെടുന്നില്ല. എന്നാൽ നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ നൽകാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളവരും കൂടുതൽ സർഗാത്മകരുമായി തീരുകയും ചെയ്യും. നിങ്ങൾ പൂർണ്ണമായി ഒരു കാര്യത്തിൽ മുഴുകി മറ്റു ചിന്തകളില്ലാതെ പ്രവർത്തിച്ച ഒരു സമയത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ ചോദ്യം ചെയ്യുകയോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിഷമിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മികച്ച വ്യക്തിയായിരിക്കുകയായിരുന്നു. നിങ്ങൾ സ്ഥിരമായി ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ ആ ഫ്ലോ സ്റ്റേറ്റ് കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾക്കൊരിക്കലും ഭയമോ സംശയമോ തോന്നില്ല എന്നല്ല. ആ വികാരങ്ങൾ മനുഷ്യാനുഭവത്തിന്റെ ഭാഗമാണ്. വ്യത്യാസം അവയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ്. ഭയം നിങ്ങളെ തളർത്താൻ അനുവദിക്കുന്നതിനുപകരം നിങ്ങൾ അതിനെ ഇന്ധനമായി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ അതിരുകൾ നിങ്ങൾ ഭേദിക്കുന്നു. നിങ്ങളുടെ സുഖപ്രദമായ മേഖലയിൽ നിന്ന് പുറത്തുവന്ന് വളരുന്നു എന്നതിന്റെ സൂചനയായി നിങ്ങൾ അതിനെ കാണുന്നു. സംശയം കടന്നുവരുമ്പോൾ അത് വരും തീർച്ച. നിങ്ങൾ അതിനെ വേരുറപ്പിക്കാൻ അനുവദിക്കുന്നില്ല. നിങ്ങളത് അംഗീകരിക്കുക, തുടർന്ന് സൗമ്യമായി എന്നാൽ ദൃഢമായി നിങ്ങളുടെ മൂല്യത്തെയും കഴിവിനെയും സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ ശക്തികളിലേക്കും കഴിഞ്ഞ വിജയങ്ങളിലേക്കും നിങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലേക്കും നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്നു. പരാജയത്തിന്റെ മുഖത്ത് കൂടുതൽ പ്രതിരോധശേഷിയുള്ളവരാകാൻ ഈ മനോഭാവം നിങ്ങളെ അനുവദിക്കുന്നു. കാരണം നിങ്ങൾ ശരിക്കും ഏറ്റവും മികച്ചവനാണെന്ന് വിശ്വസിക്കുമ്പോൾ പരാജയം നിങ്ങളുടെ മൂല്യത്തിന്റെ പ്രതിഫലനമല്ല. അത് നിങ്ങളുടെ സമീപനം പരിഷ്കരിക്കാനും തിരികെ വരാനും സഹായിക്കുന്ന വിലപ്പെട്ട ഫീഡ്ബാക്ക് മാത്രമാണ്. ഏതെങ്കിലും മേഖലയിലെ ഏറ്റവും വിജയകരമായ ആളുകളെക്കുറിച്ച് ചിന്തിക്കുക. അവരെല്ലാം തിരിച്ചടികളും പരാജയങ്ങളും നേരിട്ടവരാണ്. എന്നാൽ അവരെ വ്യത്യസ്തരാക്കുന്നത് തിരിച്ചുവരാനും തെറ്റുകളിൽ നിന്ന് പഠിക്കാനും തങ്ങളിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ മുന്നോട്ടു പോകാനുമുള്ള അവരുടെ കഴിവാണ്. അതാണ് നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുന്നതിന്റെ ശക്തി. ഇനി ഈ മനോഭാവം നിങ്ങളുടെ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. നിങ്ങളുടെ സ്വന്തം മൂല്യത്തിൽ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ആരോഗ്യകരവും കൂടുതൽ പോസിറ്റീവുമായ ബന്ധങ്ങളെ ആകർഷിക്കുന്നു. നിങ്ങൾ മികച്ച അതിർവരമ്പുകൾ സ്ഥാപിക്കുന്നു. അനാദരവ് സഹിക്കാനോ നിങ്ങൾ അർഹിക്കുന്നതിലും കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാനോ നിങ്ങൾക്ക് സാധ്യത കുറവാണ്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നിരന്തരം അംഗീകാരം തേടാത്തതിനാൽ ആത്മാർത്ഥമായ ബന്ധത്തിന് നിങ്ങൾ കൂടുതൽ തുറന്നവനാണ്. നിങ്ങളുടെ തൊഴിൽപരമായ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുന്നത് അവിശ്വസനീയമായ അവസരങ്ങളിലേക്ക് നയിക്കും. മീറ്റിംഗുകളിൽ സംസാരിക്കാനും വെല്ലുവിളി നിറഞ്ഞ പ്രോജക്റ്റുകൾക്ക് സന്നദ്ധനാകാനും ആ പ്രൊമോഷൻ ചോദിക്കാനും നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉടൻ ലഭിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആത്മവിശ്വാസവും കഴിവും ശ്രദ്ധിക്കപ്പെടും. നിങ്ങൾ ഒരു നേതാവായും മുൻകൈയെടുക്കുന്ന തന്റെ കഴിവുകളിൽ വിശ്വസിക്കുന്ന ഒരാളായും കാണപ്പെടും. ഈ മനോഭാവം കൂടുതൽ സർഗാത്മകനും നൂതനനുമായിരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. ആത്മവിശ്വാസമില്ലായ്മയാൽ നിങ്ങൾ ഒതുങ്ങി നിൽക്കാത്തപ്പോൾ പതിവ് ചിന്തകൾക്കപ്പുറം ചിന്തിക്കാനും കണക്കുകൂട്ടിയ അപകടസാധ്യതകൾ എടുക്കാനും ധീരമായ ആശയങ്ങൾ പിന്തുടരാനും നിങ്ങൾക്ക് കൂടുതൽ മനസ്സുണ്ടാകും. നിങ്ങളുടെ സഹജാവബോധത്തെയും അതുല്യമായ കാഴ്ചപ്പാടിനെയും നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ സ്വയം നിക്ഷേപം നടത്താൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നതാണ്. നിരന്തരമായ പഠനത്തിലും വളർച്ചയിലും നിങ്ങൾ മൂല്യം കാണുന്നു. പുതിയ കഴിവുകൾ വികസിപ്പിക്കാനും നിങ്ങളുടെ മേഖലയുടെ മുൻനിരയിൽ നിലകൊള്ളാനും നിങ്ങളുടെ അതിരുകൾ ഭേദിക്കാനും നിങ്ങൾ സമയവും പരിശ്രമവും ചെലവഴിക്കാൻ തയ്യാറാണ്. കാരണം ഏറ്റവും മികച്ചവനായിരിക്കുക എന്നത് ഒരു നിശ്ചലമായ അവസ്ഥയല്ല. അത് മെച്ചപ്പെടുത്തലിന്റെയും സ്വയം കണ്ടെത്തലിന്റെയും ഒരു തുടർച്ചയായ യാത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ മനോഭാവം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നത് എങ്ങനെയുണ്ടെന്ന് ഒരു നിമിഷം നിങ്ങൾ അനുഭവിക്കുക. സൗകര്യപ്രദമാണെങ്കിൽ കണ്ണുകൾ അടയ്ക്കുക, ഒരു ദീർഘശ്വാസമെടുക്കുക. നിങ്ങളുടെ കഴിവുകളിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ദിവസത്തിലൂടെ നടക്കുന്നതായി സങ്കൽപ്പിക്കുക. വിജയിക്കാൻ വേണ്ടതെല്ലാം നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞുകൊണ്ട് ആവേശത്തോടെ വെല്ലുവിളികളെ നേരിടുന്നതായി സങ്കൽപ്പിക്കുക. സ്വയം ഉറപ്പും ആത്മാർത്ഥതയുമുള്ള ഒരു സ്ഥാനത്തുനിന്ന് മറ്റുള്ളവരുമായി ഇടപെടുന്നതിനെക്കുറിച്ച് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഊർജ്ജം അനുഭവിക്കുക. നിങ്ങളുടെ നിൽപ്പ് എങ്ങനെ മാറുന്നു, നിങ്ങളുടെ തല എങ്ങനെ അല്പം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിൽ കുടിയേറുന്ന ശാന്തതയുടെയും ഉറപ്പിന്റെയും ബോധം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏറ്റവും മികച്ചവനാണെന്ന് ശരിക്കും വിശ്വസിക്കുമ്പോൾ ഇങ്ങനെയാണ് തോന്നുക. കണ്ണുകൾ തുറക്കുക. ആ വികാരം നിങ്ങൾക്കെപ്പോഴും ലഭ്യമാണ്. നിങ്ങൾ നേടേണ്ട ഒരു ബാഹ്യമായ കാര്യമല്ല ഇത്. ഓരോ നിമിഷവും നിങ്ങൾക്കെടുക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. തീർച്ചയായും നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കാൻ തെരഞ്ഞെടുക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾക്കൊരിക്കലും സംശയത്തിന്റെയോ അരക്ഷിതാവസ്ഥയുടെയോ നിമിഷങ്ങൾ ഉണ്ടാകില്ല എന്നല്ല. അത് മനുഷ്യന്റെ ഭാഗമാണ്. ആ നിമിഷങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് വ്യത്യാസം. അവ നിങ്ങളെ വഴിതെറ്റിക്കാൻ അനുവദിക്കുന്നതിനു പകരം അവയെ അംഗീകരിക്കുകയും തുടർന്ന് നിങ്ങളിലുള്ള വിശ്വാസവുമായി ബോധപൂർവം വീണ്ടും വിന്യസിക്കാൻ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. നിങ്ങളുടെ മൂല്യത്തിൽ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുമ്പോൾ
ഈ മനോഭാവം നിങ്ങളെ കൂടുതൽ ആധികാരികമാക്കാൻ അനുവദിക്കുന്നു. നിങ്ങളല്ലാത്ത ഒരാളായി നടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശക്തികളെക്കുറിച്ചും ബലഹീനതകളെക്കുറിച്ചും നിങ്ങൾക്ക് സത്യസന്ധനാകാൻ കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ അത് സമ്മതിക്കാൻ കഴിയും. കാരണം പഠിക്കാനും വളരാനുമുള്ള നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുക എന്നതിനർത്ഥം നിങ്ങൾ സ്വയം സമഗ്രമായി പരിപാലിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ്. നിങ്ങൾ ഏറ്റവും മികച്ചവനായിരിക്കുക എന്നത് നേട്ടത്തെക്കുറിച്ച് മാത്രമല്ല, മൊത്തത്തിലുള്ള ക്ഷേമത്തെക്കുറിച്ചാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ധ്യാനം, വ്യായാമം, പ്രകൃതിയിൽ സമയം ചെലവഴിക്കൽ അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഹോബികളിൽ ഏർപ്പെടൽ എന്നിവയിലൂടെ നിങ്ങൾ സ്വയം പരിചരണത്തിന് മുൻഗണന നൽകുന്നു. ഈ മനോഭാവമാറ്റം നിങ്ങളുടെ സമ്മർദ്ദ നിലകളിൽ വലിയ സ്വാധീനം ചെലുത്തും. നിങ്ങളുടെ വഴിയിൽ വരുന്ന എന്തിനേയും കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ വെല്ലുവിളികൾ ഭീഷണികളല്ല, അവസരങ്ങളായി മാറുന്നു. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പരിഹാരങ്ങൾ കണ്ടെത്താനും നാവിഗേറ്റ് ചെയ്യാനുമുള്ള നിങ്ങളുടെ ശേഷിയിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളതിനാൽ നിങ്ങൾ അമിതമായി വിഷമിക്കാൻ സാധ്യത കുറവാണ്. ലക്ഷ്യങ്ങൾ വയ്ക്കുന്നതിലും അവ നേടുന്നതിലും ഇത് നിങ്ങളുടെ സമീപനത്തെ എങ്ങനെ മാറ്റുമെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതിനെക്കുറിച്ചുള്ള പരിമിതമായ വിശ്വാസങ്ങളാൽ നിങ്ങൾ തടസ്സപ്പെടുന്നില്ല. ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ പോലും വഴിയിൽ വിലപ്പെട്ട പാഠങ്ങൾ പഠിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ നിരന്തരം അംഗീകാരം തേടുകയോ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയോ ചെയ്യാത്തപ്പോൾ ഈ മനോഭാവം നിങ്ങളുടെ ബന്ധങ്ങളിൽ കൂടുതൽ സന്നിഹിതനാകാനും ഇടപെടാനും നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ആളുകളെ നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിക്കാനും ബന്ധപ്പെടാനും കഴിയും. ദൗർലഭ്യതയുടെ സ്ഥാനത്തുനിന്നല്ല, സമൃദ്ധിയുടെ സ്ഥാനത്തുനിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായ പിന്തുണയും പ്രോത്സാഹനവും നൽകാൻ കഴിയും. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നത് നിർത്തുന്നു എന്നല്ല. വാസ്തവത്തിൽ ഇത് പലപ്പോഴും വലിയ സഹാനുഭൂതിയിലേക്കും അനുകമ്പയിലേക്കും നയിക്കുന്നു. കാരണം നിങ്ങളുടെ സ്വന്തം മൂല്യത്തിൽ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവരിലെ മൂല്യം തിരിച്ചറിയാനും ആഘോഷിക്കാനും നിങ്ങൾക്ക് എളുപ്പത്തിൽ കഴിയും. അവരുടെ വിജയം നിങ്ങൾക്ക് ഭീഷണിയല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു. ഈ മനോഭാവം കൂടുതൽ സാമ്പത്തിക സമൃദ്ധിയിലേക്കും നയിക്കും. നിങ്ങളുടെ മൂല്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അർഹിക്കുന്നത് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ചർച്ചകളിൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ട്. സംരംഭകത്വ ശ്രമങ്ങളോ നിക്ഷേപ അവസരങ്ങളോ പിന്തുടരാൻ നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. സാമ്പത്തിക തിരിച്ചടികൾ നേരിട്ടാൽ പോലും വീണ്ടെടുക്കാനും വളരാനുമുള്ള നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾ സ്വയം സംതൃപ്തനാകുകയോ വളർച്ചയ്ക്കുള്ള ശ്രമങ്ങൾ നിർത്തുകയോ ചെയ്യുന്നു എന്നല്ല. ഇത് ഏറ്റവും മികച്ചതിന്റെ ഒരു അന്തിമ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്ന് വിശ്രമിക്കുന്നതിനെക്കുറിച്ചല്ല. ഇത് നിങ്ങളുടെ ഏറ്റവും മികച്ച വ്യക്തിയായി സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചും അതിന്റെ അർത്ഥം എന്താണെന്ന് നിരന്തരം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുമാണ്. നിങ്ങൾ ഒതുങ്ങി നിന്ന നിങ്ങളുടെ ജീവിതത്തിലെ മേഖലകളെക്കുറിച്ച് ചിന്തിക്കുക. ഒരുപക്ഷെ നിങ്ങൾ തുടങ്ങാൻ ഭയപ്പെട്ട ഒരു സർഗാത്മക പ്രോജക്റ്റ്, പിന്തുടരാൻ മടിച്ച ഒരു ബന്ധം, അല്ലെങ്കിൽ ധൈര്യമില്ലാത്ത ഒരു കരിയർ മാറ്റം. ഏറ്റവും മികച്ചവനായിരിക്കുന്നതിന്റെ മനോഭാവത്തോടെ ഈ സാഹചര്യങ്ങളെ സമീപിക്കുന്നത് കാര്യങ്ങൾ എങ്ങനെ മാറ്റും? നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കാൻ പറ്റിയ മികച്ച നിമിഷത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നത് നിർത്തുന്നു. മികച്ച നിമിഷം ഇതാണ് എന്നും തുടങ്ങാൻ ആവശ്യമായതെല്ലാം നിങ്ങളുടെ പക്കലുണ്ടെന്നും നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ പഠിക്കാനും പൊരുത്തപ്പെടാനുമുള്ള നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. വിമർശനങ്ങളെ നേരിടുമ്പോൾ കൂടുതൽ പ്രതിരോധശേഷിയുള്ളവനാകാൻ ഈ മനോഭാവം നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങളുടെ മൂല്യത്തിൽ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ പ്രധാന വിശ്വാസത്തെ ഇളക്കാതെ തന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കേൾക്കാൻ കഴിയും. വളരാൻ സഹായിക്കുന്ന ക്രിയാത്മക വിമർശനങ്ങളെയും നിങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത നെഗറ്റീവ് അഭിപ്രായങ്ങളെയും നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുക എന്നതിനർത്ഥം നിങ്ങളെ പിന്തുണയ്ക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുമായി നിങ്ങൾ കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. നിങ്ങളുടെ ഉയർന്ന നിലവാരങ്ങളുമായും പോസിറ്റീവായ സ്വയം ബിംബവുമായും പൊരുത്തപ്പെടുന്ന ബന്ധങ്ങളിലേക്കും ചുറ്റുപാടുകളിലേക്കും നിങ്ങൾ സ്വാഭാവികമായും ആകർഷിക്കപ്പെടുന്നു. അതുവഴി നിങ്ങളുടെ മഹത്വത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മനോഭാവമാറ്റം നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തും. നിങ്ങൾ ഏറ്റവും മികച്ചവനാണെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്താൻ നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. കടപ്പാടിന്റെ പേരിലല്ല, നിങ്ങളുടെ ഏറ്റവും മികച്ച അനുഭവം അർഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉറക്കം, പോഷകാഹാരം, വ്യായാമം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു. വെല്ലുവിളികളോടും തിരിച്ചടികളോടുമുള്ള നിങ്ങളുടെ സമീപനത്തെ ഇതെങ്ങനെ മാറ്റുമെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ പരാജയങ്ങളെ നിങ്ങളുടെ പോരായ്മയുടെ തെളിവായി നിങ്ങൾ കാണുന്നില്ല. പകരം നിങ്ങൾ കൂടുതൽ മികച്ചവനാകാൻ സഹായിക്കുന്ന വിലപ്പെട്ട പഠനാനുഭവങ്ങളായി നിങ്ങൾ അവയെ കാണുന്നു. കാര്യങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ പോകാത്തപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആവേശവും നിശ്ചയദാർഢ്യവും നിലനിർത്തുന്നു. ഈ മനോഭാവം കൂടുതൽ സർഗാത്മകനും നൂതനനുമായിരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. ആത്മവിശ്വാസമില്ലായ്മയാൽ നിങ്ങൾ ഒതുങ്ങി നിൽക്കാത്തപ്പോൾ പതിവ് ചിന്തകൾക്കപ്പുറം ചിന്തിക്കാനും പുതിയ ആശയങ്ങൾ പരീക്ഷിക്കാനും
കണക്കുകൂട്ടിയ അപകടസാധ്യതകൾ എടുക്കാനും നിങ്ങൾക്ക് കൂടുതൽ മനസ്സുണ്ടാകും. നിങ്ങളുടെ സഹജാവബോധത്തെയും അതുല്യമായ കാഴ്ചപ്പാടിനെയും നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾ ഒറ്റപ്പെടുകയോ സമൂഹത്തെ വിലമതിക്കുന്നത് നിർത്തുകയോ ചെയ്യുന്നു എന്നല്ല. വാസ്തവത്തിൽ ഇത് പലപ്പോഴും ശക്തമായതും കൂടുതൽ ആധികാരികവുമായ ബന്ധങ്ങളിലേക്ക് നയിക്കുന്നു. കാരണം നിങ്ങളുടെ മൂല്യത്തിൽ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുമ്പോൾ ആവശ്യമില്ലായ്മയുടെയോ മത്സരത്തിന്റെയോ സ്ഥാനത്തുനിന്നല്ല, ആത്മാർത്ഥമായ താൽപ്പര്യത്തോടും പരസ്പര ബഹുമാനത്തോടും കൂടി മറ്റുള്ളവരുമായി ഇടപെടാൻ നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പാരമ്പര്യത്തെക്കുറിച്ചും ലോകത്തിൽ നിങ്ങൾ ചെലുത്താൻ ആഗ്രഹിക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ചിന്തിക്കുക. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള മൂല്യങ്ങളോടും അഭിലാഷങ്ങളോടും പൊരുത്തപ്പെടുന്ന ലക്ഷ്യങ്ങൾ പിന്തുടരാൻ നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. വെറുതെ കഴിഞ്ഞുകൂടാനോ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാനോ നിങ്ങൾ തൃപ്തനാകില്ല. അർത്ഥവത്തായ ഒരു വ്യത്യാസമുണ്ടാക്കാനും ലോകത്തിൽ നിങ്ങളുടെ അതുല്യമായ മുദ്ര പതിപ്പിക്കാനും നിങ്ങൾ പ്രേരിതനാകും. ഈ മനോഭാവം മാറ്റത്തിന്റെ മുഖത്ത് കൂടുതൽ വഴക്കമുള്ളവനാകാൻ നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങൾ ഏറ്റവും മികച്ചവനാണെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ മാറ്റത്തെ ഭയപ്പെടുന്നില്ല, നിങ്ങൾ അതിനെ സ്വീകരിക്കുന്നു. വളരാനും പഠിക്കാനും കൂടുതൽ മികച്ചവനാകാനുമുള്ള ഒരവസരമായി നിങ്ങൾ അതിനെ കാണുന്നു. നിങ്ങളുടെ വഴിയിൽ വരുന്ന എന്തിനേയും കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളതിനാൽ അപ്രതീക്ഷിത സംഭവങ്ങൾ നിങ്ങളെ പാതയിൽ നിന്ന് തെറ്റിക്കുന്നില്ല. പഠനത്തോടും വ്യക്തിഗത വളർച്ചയോടുമുള്ള നിങ്ങളുടെ സമീപനത്തെ ഇത് എങ്ങനെ മാറ്റുമെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ പുതിയ അറിവുകളും കഴിവുകളും തേടാൻ നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. വിഡ്ഢിയായി കാണപ്പെടുക എന്നതിന്റെയോ തെറ്റുകൾ വരുത്തുന്നതിന്റെയോ ഭയം നിങ്ങളെ തടഞ്ഞു നിർത്തുന്നില്ല. ഓരോ പുതിയ അറിവും കഴിവും നിങ്ങളെ കൂടുതൽ മികച്ചവനാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആവേശത്തോടും കൗതുകത്തോടും കൂടി പഠനത്തെ സമീപിക്കുന്നു. നിങ്ങളുടെ ആത്മീയ അല്ലെങ്കിൽ ദാർശനിക കാഴ്ചപ്പാടിൽ ഈ മനോഭാവമാറ്റം വലിയ സ്വാധീനം ചെലുത്തും. നിങ്ങളുടെ മൂല്യത്തിലും കഴിയിലും നിങ്ങൾ ശരിക്കും വിശ്വസിക്കുമ്പോൾ ജീവിതത്തിലെ വലിയ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഉദ്ദേശ്യം പര്യവേക്ഷണം ചെയ്യാനും കാര്യങ്ങളുടെ വലിയ പദ്ധതിയിൽ നിങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങൾ കൂടുതൽ തുറന്നവനാണ്. നിങ്ങൾ ഏറ്റവും മികച്ചവനായിരിക്കുക എന്നത് വ്യക്തിപരമായ നേട്ടത്തെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിന് പോസിറ്റീവായ സംഭാവന നൽകുന്നതിനെക്കുറിച്ചാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുക എന്നതിന്റെ അർത്ഥം നിങ്ങളുടെ മാനസികാരോഗ്യത്തെ പരിപാലിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ്. സമ്മർദ്ദം കൈകാര്യം ചെയ്യുക, വികാരങ്ങൾ പ്രോസസ് ചെയ്യുക, പോസിറ്റീവായ കാഴ്ചപ്പാട് നിലനിർത്തുക എന്നിവയുടെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾക്ക് സഹായമോ പിന്തുണയോ ആവശ്യമുള്ളപ്പോൾ അത് തേടാൻ നിങ്ങൾ ഭയപ്പെടുന്നില്ല. കാരണം ഏറ്റവും മികച്ചവർക്ക് പോലും മാർഗനിർദ്ദേശത്തിൽ നിന്നും സഹായത്തിൽ നിന്നും പ്രയോജനം നേടാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ നിരന്തരം സ്വയം സംശയിക്കുകയോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിഷമിക്കുകയോ ചെയ്യാത്തപ്പോൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ സന്നിഹിതനാകാനും ശ്രദ്ധാലുവായിരിക്കാനും ഈ മനോഭാവം നിങ്ങളെ അനുവദിക്കുന്നു. ഓരോ നിമിഷത്തിലും നിങ്ങൾക്ക് പൂർണ്ണമായി ഇടപെടാൻ കഴിയും. ജീവിതത്തിലെ ലളിതമായ സന്തോഷങ്ങളെ നിങ്ങൾക്ക് അഭിനന്ദിക്കാൻ കഴിയും. സാധാരണ കാര്യങ്ങളിൽ സൗന്ദര്യം കണ്ടെത്താനും നിങ്ങൾക്കുള്ളതിനെക്കുറിച്ചും നിങ്ങൾ ആരാണെന്നതിനെക്കുറിച്ചുമുള്ള കൃതജ്ഞതയുടെ ബോധം വളർത്താനും കഴിയും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുള്ള നിങ്ങളുടെ ബന്ധങ്ങളെ ഇതെങ്ങനെ മാറ്റുമെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ ആധികാരികമായ വ്യക്തിത്വത്തെ നിങ്ങളുടെ ഇടപെടലുകളിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ സ്വയം തെളിയിക്കാനോ അംഗീകാരം തേടാനോ ശ്രമിക്കുന്നില്ല. പകരം നിങ്ങളുടെ സമയവും ശ്രദ്ധയും ഊർജ്ജവും സ്വതന്ത്രമായി നൽകാൻ നിങ്ങൾക്ക് കഴിയും. ആന്തരിക സുരക്ഷയുടെ സ്ഥാനത്തുനിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിക്കാനും സഹാനുഭൂതി കാണിക്കാനും കഴിയും. നിങ്ങളുടെ തൊഴിൽപരമായ ജീവിതത്തിലോ സമൂഹത്തിലോ കുടുംബത്തിലോ ആകട്ടെ, ഒരു മികച്ച നേതാവാകാൻ ഈ മനോഭാവം നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങളുടെ സ്വന്തം മൂല്യത്തിലും കഴിവുകളിലും നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നു. നിങ്ങളുടെ സാധ്യതകൾ പൂർണ്ണമായി സ്വീകരിക്കുമ്പോൾ എന്താണ് സാധ്യമാവുക എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചുകൊടുത്തുകൊണ്ട് നിങ്ങൾ മാതൃകയിലൂടെ നയിക്കുന്നു. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾ കർക്കശമായവനോ വഴക്കമില്ലാത്തവനോ ആകുന്നു എന്നല്ല. വാസ്തവത്തിൽ ഇത് പലപ്പോഴും കൂടുതൽ തുറന്ന സമീപനത്തിലേക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പരിഗണിക്കുന്നതിനുള്ള സന്നദ്ധതയിലേക്കും നയിക്കുന്നു. കാരണം നിങ്ങളുടെ സ്വന്തം മൂല്യത്തിൽ നിങ്ങൾ സുരക്ഷിതനായിരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങളോ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് ഭീഷണിയായി തോന്നുന്നില്ല. നിങ്ങൾക്ക് ബഹുമാനത്തോടെയുള്ള സംഭാഷണത്തിലേർപ്പെടാനും ശക്തമായ തെളിവുകളോ വാദങ്ങളോ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് മാറ്റാനും പോലും കഴിയും. നിങ്ങൾ ഏറ്റവും മികച്ചവനാണെന്ന് വിശ്വസിക്കുമ്പോൾ ഈ മനോഭാവമാറ്റം കൂടുതൽ സർഗാത്മകതയിലേക്കും നവീകരണത്തിലേക്കും നയിക്കും. പരമ്പരാഗതമായ ചിന്തകളെ ചോദ്യം ചെയ്യാനും ധീരമായ ആശയങ്ങൾ പിന്തുടരാനും പതിവ് ചിന്തകൾക്കപ്പുറം ചിന്തിക്കാനും നിങ്ങൾക്ക് കൂടുതൽ മനസ്സുണ്ടാകും. നിങ്ങളുടെ സഹജാവബോധത്തെയും അതുല്യമായ കാഴ്ചപ്പാടിനെയും നിങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളെയും ചിട്ടകളെയും കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഏറ്റവും മികച്ചവനെപ്പോലെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ വളർച്ചയെയും ക്ഷേമത്തെയും പിന്തുണയ്ക്കുന്ന ശീലങ്ങളിലേക്ക് നിങ്ങൾ സ്വാഭാവികമായും ആകർഷിക്കപ്പെടുന്നു. നിങ്ങൾക്ക് ഊർജ്ജം നൽകുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായി നിങ്ങൾ സമയം കണ്ടെത്തുന്നു.
നിങ്ങളുടെ സമയത്തെയും ഊർജ്ജത്തെയും സംരക്ഷിക്കുന്ന അതിരുകൾ നിങ്ങൾ സ്ഥാപിക്കുന്നു. നിങ്ങൾ ഏറ്റവും മികച്ചവനായിരിക്കാൻ സ്വയം സമഗ്രമായി പരിപാലിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതിനാൽ നിങ്ങൾ സ്വയം പരിചരണത്തിന് മുൻഗണന നൽകുന്നു. തിരിച്ചടികളുടെയോ നിരാശകളുടെയോ മുഖത്ത് കൂടുതൽ പ്രതിരോധശേഷിയുള്ളവരാകാൻ ഈ മനോഭാവം നിങ്ങളെ അനുവദിക്കുന്നു.